ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാഫ് ഡിസൈൻസ്. ഇന്ന് ഞാനൊരു കഫ്താൻ നൈറ്റി തയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് ഞാൻ 290 ഒരു നൈറ്റി ബിറ്റാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമുക്കിത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിന് 4 ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. മടക്ക വശം ഈ സൈഡ് 4 മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം ഞാൻ ലെങ്താണ് മാർക്ക് ചെയ്തത്. ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് 53.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പൊക്കെ കൂട്ടി 55 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്ക് ചെയ്തത് നെക്കാണ് മാർക്ക് ചെയ്തത്. നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഞാൻ 2.5 മാർക്ക് ചെയ്തു. തയ്ച്ച് വരുമ്പോൾ അത് 3 ഇഞ്ച് ആയിക്കോളും. ഇനി അടുത്ത് നെക്ക് ലെങ്ത് ബാക്ക് നെക്ക് ലെങ്ത് 2.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത് 5 ഇഞ്ചും ഞാൻ മാർക്ക് ചെയ്തു. അടുത്തതായി മാർക്ക് ചെയ്യുന്നത് ഷോൾഡറാണ്. ഷോൾഡറിൻ്റെ ആ സൈഡിൽ മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റിൻ്റെ 4/1 ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഷോൾഡർ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴത്തേക്ക് ഞാൻ ആം ഹോൾ മാർക്ക് ചെയ്തു. ആം ഹോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ചെസ്റ്റിലായി. അപ്പോൾ ആ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് എത്ര 10 ഇഞ്ചല്ലേ എൻ്റെ ചെസ്റ്റ് വിത്ത് എന്ന് പറയുന്നത് 10 ഇഞ്ച്. ചെസ്റ്റ് വിത്തിൻ്റെ 4/1 10 ഇഞ്ച്. ആ 10 ഇഞ്ചിൻ്റെ കൂടെ 3.5 ഇഞ്ച് ലൂസും കൂടെ ഇട്ട് 13.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഈ 13.5 മാർക്ക് ചെയ്ത അവിടെ മുതൽ എവിടം വരെയാണോ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തത് അതുവരെ 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഞാൻ മുകളിലോട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഷേപ്പ് കൊടുത്തു. കാരണം 2 സൈഡും തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ആ ഷേപ്പ് മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് എൻ്റെ കൈയുടെ വണ്ണം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മളിവിടെ ചെസ്റ്റ് ലൈനില്ലേ അവിടെ നിന്ന് ഒരു ഷേപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഈ 13.5 മാർക്ക് ചെയ്തതിലേക്ക് സ്ട്രെയിറ്റ് ഇങ്ങനെ വരയ്ക്കാതെ ഒരു ഷേപ്പിൽ ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇതുപോലെ ഞാൻ അപ്പുറത്തെ സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒരു 15 ഇഞ്ച് സെൻറ്ററിൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് ബാക്ക് നെക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തു. ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് താഴ്വശം നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതും കട്ട് ചെയ്ത് നമ്മൾ ഷേപ്പ് വരച്ച് അവിടെ വരെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഫസ്റ്റ് നെക്കാണ് തയ്ക്കുന്നത്. ഇതിൽ നൈറ്റി ബിറ്റായതുകൊണ്ട് ഇതിൽ ബാക്കി ബാലൻസ് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വേറൊരു തുണി എടുത്തിട്ടുണ്ട്. അതിനെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം 2 1.5 ഇഞ്ച് വീതിക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനെ 2 മടക്കി നല്ല വശത്ത് വെച്ച് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോസ് പീസ് വെച്ച് 1/4 ഇഞ്ച് വീതിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തോട്ട് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് ഇതിന് മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ മുതൽ ഇതുവരെ 15 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, സെൻറ്റർ പോയിൻ്റ് ഒരു 15 ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ വെച്ചും കൊണ്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് ഈ വരച്ചിരിക്കുന്നതിൽ കൂടെ ഒരു ഹോള് തയ്ച്ചെടുക്കും. അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ഈ ഹോളിൽ കൂടെ തന്നെ ഹോളിൽ കൂടെ അകത്തെടുത്ത് അകത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ
ഇട്ടിട്ട് അത് കഴിഞ്ഞ് ഷോൾഡറിൻ്റെ അവിടെ മുതൽ ഒരു 14.5 ഇഞ്ച് താഴ്ത്തി അതിൽ നിന്ന് 1 ഇഞ്ചും കൂടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഉണ്ട് ഈ ഹോളിൻ്റെ അതനുസരിച്ച് ഇങ്ങനെ വരയ്ക്കാം. എന്നിട്ട് ഈ സൈഡ് വരുമ്പോഴത്തേക്കും നമ്മളിത് വരച്ച ഷേപ്പില്ലേ ഇതുവഴിയാണ് തയ്ക്കുന്നത്. അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അകത്തോട്ട് മാറ്റി നിർത്തണം. ഇങ്ങനെ ഇതുപോലെ തന്നെ ഈ സൈഡ് 2 ഫ്രണ്ട് പാർട്ട് അവിടെ നിന്നിങ്ങനെ ഇതിവിടെയും അത് കഴിഞ്ഞ് ബാക്ക് സൈഡും അതുപോലെ 15 ഇഞ്ച് താഴ്ത്തി ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേറൊരു പീസ് വെച്ച് എന്താ 2 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. അതിന് ഈ 2 സൈഡും 1/2 ഇഞ്ച് വീതം ഇവിടെ ഇങ്ങനെ വെച്ച് തയ്ച്ചെടുക്കും. 1 ഇഞ്ച് വീതിക്ക് ഒരു പട്ട വെച്ച് തയ്ച്ചിട്ടുണ്ട്. അതുപോലെ ബാക്ക് സൈഡിൽ അതുപോലെ വെച്ചിട്ടുണ്ട്. അടുത്ത് സൈഡ് ജോയിൻ്റ് ചെയ്യാം. അതായത് ഈ മാർക്ക് ചെയ്തില്ലേ 13.5 വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്യാം. വേണമെങ്കിൽ ഒരു 5 ഇഞ്ചോളം ഉയർത്തി വരെ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഇപ്പുറത്തെ സൈഡും 2 സൈഡും ഈ സൈഡും ഈ ഷേപ്പിനെ തന്നെ തയ്ച്ചെടുക്കാം. അങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കൈ രണ്ടെന്ന് ഇങ്ങനെ താഴ്വശം വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ താഴ്വശം മടക്കിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഇതുപോലെ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇതിനകത്ത് കൂടി ഇങ്ങനെ കയറ്റിയെടുക്കാം. ഇതിങ്ങനെ വന്ന് സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇതിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടി വല്ലതിനനുസരിച്ച് വലുതാക്കി കൊടുക്കാം, ചെറുതാക്കി കൊടുക്കാം. ടൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.